Hi guys! എല്ലാവർക്കും സ്കിന്ന് നല്ല രീതിക്ക് ബ്രൈറ്റൻ ആവണം, ഫേസിലത്തെ പാടുകളെല്ലാം കുറയണം, ഫേസ് നല്ല ക്ലിയർ ആൻഡ് ഗ്ലോ ആയിട്ടിരിക്കണം. എന്നാലും നമുക്ക് പാക്ക് ഒന്നിട്ടിരിക്കാനുള്ള ടൈമും ഇല്ല, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് വളരെ സിമ്പിളായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക്, ഫേസ് വാഷിൻ്റെ റെമഡി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഇത് എന്തിട്ടത് ഫേസ് പാക്ക്, ഫേസ് വാഷ്, ഇത് എന്താ സംഭവം എന്നുള്ളതല്ലേ? വേറെ ഒന്നുമല്ല, നമുക്കിത് പാക്ക് പോലെ ഇട്ടിരിക്കുകയും ചെയ്യാം. അതല്ല, പാക്ക് ഇടാനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഫേസ് വാഷ് ആയിട്ട് കഴുകി കൊണ്ടുവരും ചെയ്യാം കേട്ടോ. സൂപ്പർ എഫക്റ്റീവ് റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റെമഡി എങ്ങനെ ചെയ്തെടുത്തു എന്നുള്ളത് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ക്യാരറ്റും തക്കാളിയാണ്. ഞാൻ ഒരു ക്യാരറ്റും ഒരു തക്കാളിയും രണ്ടും മീഡിയം സൈസിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവ രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സി ബൗളിനകത്തിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. വേണമെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല, നമുക്ക് തക്കാളിക്കകത്ത് തന്നെ ആ ഒരു ജലാംശം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അങ്ങ് മിക്സിയിൽ അങ്ങ് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരണം. ഫിൽറ്റർ ചെയ്തിട്ട് ഇതിന് ആ ഒരു എക്സ്ട്രാക്ട് എടുക്കണം. നമുക്ക് ഈ ഒരു ക്യാരറ്റിൻ്റെയും തക്കാളിൻ്റെയും ജ്യൂസ് നമുക്ക് എടുക്കണം. ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ക്യാരറ്റിൻ്റെയും തക്കാളിൻ്റെ എക്സ്ട്രാക്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന അടുത്ത ആളെന്ന് പറയുന്നത് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. കടലമാവ് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു കപ്പ് എക്സ്ട്രാക്റ്റിനകത്തേക്കാണ് ഈ ഒരു കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കടലമാവ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ റൈസ് പൗഡറോ അരിപ്പൊടിയോ അല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലോറൊക്കെ ഉണ്ടെങ്കിൽ, ചോളപ്പം മാവൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ കടലപ്പൊടി ഉള്ളത് കൊണ്ടാണ് ഞാനൊരു കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സാക്കി കൊണ്ടുവന്നതിന് ശേഷം നമുക്കിത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി കൊണ്ടുവരാം. നിങ്ങൾക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാതെ ഡയറക്റ്റായിട്ട് തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടും ചൂടാക്കി എടുക്കാം കേട്ടോ. കാരണം നമ്മളതിനകത്ത് ക്യാരറ്റൊക്കെ ചേർത്തുകൊണ്ട് നമുക്ക് ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടൊന്നും ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് അത് നിങ്ങളൊന്ന് കുറുക്കി കൊണ്ടുവരാം. ഒന്നല്ലെങ്കിൽ നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഹീറ്റ് ചെയ്തിട്ട് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ഒരു ഫേസ് വാഷിൻ്റെ കൺസിസ്റ്റൻസിയിൽ അങ്ങ് കുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കട്ടിയാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ആദ്യം ഈ ഒരു കൂട്ട് നന്നായിട്ടൊന്ന് കുറുക്കി കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ടിനകത്തേക്ക് കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയുടെയും ക്യാരറ്റിൻ്റെയും ജ്യൂസ് ഉണ്ട് കേട്ടോ. ഇതിനാണ് നമ്മളിങ്ങനെ കുറുക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ തന്നെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഷംനു ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ ക്യുമിൻ ഫേസ് വാഷാണ്, ഫോമിംഗ് ഫേസ് വാഷാണ്. ഈ ഒരു ക്യുമിൻ ഫേസ് വാഷ് എല്ലാ സ്കിൻ ടൈപ്പർക്കും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഇതിനെ പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പിമ്പിൾസ് പോകാനായിട്ട് നമുക്കൊരു ക്യുമിൻ ഫേസ് വാഷ് ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ വീഡിയോ കണ്ടിട്ട് ധരിച്ചു വെച്ചിരിക്കുന്നത് പിമ്പിൾസ് ഉള്ളവർ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഇല്ല. നമുക്കിത് ഓൾ സ്കിൻ ടൈപ്പർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. ക്യുമിനാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അതല്ലാതെ വേറെയും 2 ഹെർബ്സ് നമ്മൾ ചേർത്തിട്ടാണ് ഈ ഒരു ഫേസ് വാഷ് തയ്യാറാക്കിയിരിക്കുന്നത്. ഫോമിംഗ് ഫേസ് വാഷാണ് കേട്ടോ. നമുക്ക് നോർമലി കിട്ടുന്ന ആ ഒരു ജെൽ ടൈപ്പ് അല്ല, ഇതൊരു ഫോമിംഗ് ടൈപ്പ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു ഫോമിംഗ് ക്യുമിൻ ഫേസ് വാഷാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4-5 പമ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത് മേടിച്ചിട്ടുള്ള ആൾക്കാർക്കാണ് ഈ ഒരു അളവ് ഞാൻ പറയുന്നത്. ഈ ഒരു ഫോമിംഗ് ഫേസ് വാഷ് മേടിച്ചിട്ടുള്ള ആൾക്കാർ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 പമ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്നും ഇല്ല, വേറെ ഫേസ് വാഷൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് അത് എടുക്കാം കേട്ടോ. ഒരു 3 ടീസ്പൂൺ എടുക്കുക. അപ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള, അതായത് ഇച്ചിരി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള ഫേസ് വാഷ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 ടീസ്പൂൺ മതി. കാരണം അത് നല്ല ഫോമിംഗ് ആയിരിക്കും ഉണ്ടാവുക. നമ്മുടെ എന്ന് പറയുമ്പോൾ മൈൽഡ് ആയിട്ടുള്ള ഫോമിംഗ് ആണ്. യാതൊരു വിധത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കലൊന്നും നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ബേബി പ്രൊഡക്റ്റിൽ യൂസ് ചെയ്യുന്ന ഫോമിംഗ് ഏജൻ്റാണ് നമ്മളിതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മളിതിനകത്ത് ചേർത്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ജീരകമാണ്. ജീരകം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് വാഷ് തയ്യാറാക്കിയിരിക്കുന്നത്. മാത്രമല്ല ജീരകത്തിൻ്റെ കൂടെ നമ്മൾ വീണ്ടും 2 ഹെർബ്സ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ടോട്ടൽ നമ്മൾ 3 ഹെർബ്സ് ചേർത്തിട്ടാണ് ഈ ഒരു ഫേസ് വാഷ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. വളരെ മൈൽഡ് ആയിട്ടുള്ള ഫോമിംഗ് ഫേസ് വാഷാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഓരോ പ്രൊഡക്റ്റിനകത്തും ഒരു ബേസും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് വാഷിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫേസ് വാഷിനായിട്ട് ബേസ് അവൈലബിൾ ആണ്, ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഷാമ്പൂവിനാണെങ്കിൽ ഷാമ്പൂ ബേസ്, സോപ്പിനാണെങ്കിൽ സോപ്പ് ബേസ്, ജെല്ലിനാണെങ്കിൽ ജെൽ ബേസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്ന് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഒരു പരിപാടി നമ്മുടെ ഈ ഒരു ഷംനു ഓർഗാനിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. എല്ലാം ഓൺ മേക്കിംഗ് ആണ്. ഒരു ബേസും നമ്മൾ മേടിച്ചിട്ട് അതിനകത്ത് മാറ്റങ്ങൾ വരുത്തിയിട്ട് ആർക്കും തന്നെ സെയിൽ ചെയ്യുന്നില്ല. എല്ലാം ഞാൻ തന്നെ സ്വയം ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഷംനു ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയിലുള്ളത്. അപ്പോൾ ഗൈസ് നമ്മുടെ കൂട്ട് ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിനകത്തേക്ക് വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്യാൻ, പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് ആ ഒരു തണുപ്പോട് കൂടിയിട്ട് തന്നെ രാവിലെയും വൈകുന്നേരവും നമുക്കിത് ഫേസ് വാഷ് പോലെ ഉപയോഗിച്ച് വരാവുന്നതാണ്. 1 മിനിറ്റോളം നിങ്ങൾ
നിങ്ങളുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് വേണം കഴുകി കളയാനായിട്ട് കേട്ടോ. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന മറ്റൊരു സംശയമാണ്, ഇനിയിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഫേസ് വാഷ് ഇല്ല, ഏത് ഫേസ് വാഷും ഇല്ല, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു സോപ്പ് ബേസ് മേടിച്ചിട്ട് അത് ഇതിനകത്തേക്ക് ഒരു അല്പം ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കിൻ്റെ എഫക്റ്റും നമുക്കൊരു ഫേസ് വാഷ് ആയിട്ടും നമുക്കിത് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഫേസ് വാഷ് ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള സോപ്പ് മേടിച്ച് ഇതിനകത്തേക്ക് ഗ്രേറ്റ് ചെയ്താൽ മതി. ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് തന്നെ വേണമെന്നില്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ഇതിനകത്തേക്ക് ഒരു അല്പം ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾ ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഈ ഒരു പാക്ക് ഫേസ് വാഷ് റെഡി. ഇത് ഇത്രേ ഉള്ളൂ, വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫേസിലുണ്ടായിട്ടുള്ള മാറ്റം നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.